പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ 3 വർഷത്തിനിടെ KSRTC MD സ്ഥാനത്ത് നിന്ന് മാറിയത് 4 പേർ. കഴിഞ്ഞ ദിവസം KSRTC MD സ്ഥാനത്ത് നിന്ന് ടോമിൻ തച്ചങ്കരിയെ മാറ്റി പകരം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ DIG MB ദിനേശിനെ പുതിയ MD ആയി നിയമിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം ചുമതലയേൽക്കും. അതേസമയം അദ്ദേഹം വരുന്ന മെയ്യിൽ സർവീസിൽ നിന്ന് വിരമിക്കും. ഈ സാഹചര്യത്തിൽ പുതിയ MDയെ വീണ്ടും കണ്ടെത്തേണ്ടി വരികയോ അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകുകയോ ചെയ്യേണ്ടി വരും. DGP പദവിയിൽ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തലവനായ ടോമിൻ തച്ചങ്കരി CMDയുടെ അധിക ചുമതലയാണ് വഹിച്ചിരുന്നത്. ശബരിമല സീസണിൽ റെക്കോർഡ് വരുമാനം നേടിയതോടെ KSRTCയിൽ കഴിഞ്ഞ മാസത്തെ ശമ്പളം സർക്കാരിന്റെ സഹായമില്ലാതെ നൽകിയതിന് പിന്നാലെയാണ് തച്ചങ്കരി പുറത്താകുന്നത്. യൂണിയനുകളുമായി സഹകരിക്കുന്നയാൾ തലപ്പത്ത് വരണമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. MB ദിനേശ് കൊച്ചി സിറ്റി കമ്മീഷണർ എന്ന നിലയിൽ ഇക്കാര്യം തെളിയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. സാമ്പത്തിക പരിഷ്കാരത്തിലൂടെ KSRTCയുടെ സ്വന്തം വരുമാനത്തിൽ നിന്ന് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയും വിധം കോർപ്പറേഷനെ സാമ്പത്തിക ഭദ്രതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കെയാണ് ADGP ടോമിൻ തച്ചങ്കരിയെ മാറ്റിയത്. അതിനൊടുവിലാണ് സ്ഥാനചലനം എന്നതും ശ്രദ്ധേയം. പുതിയ MD ചുമതലയേൽക്കുമ്പോൾ തച്ചങ്കരി തുടങ്ങിവെച്ച പരിഷ്കരണ നടപടികൾ തുടരുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയമിച്ച ആന്റണി ചാക്കോയാണ് ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ MD സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. 3 കൊല്ലം അദ്ദേഹം MD കസേരയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം വിരമിച്ചപ്പോഴാണ് പുതിയ MDയെ നിയമിച്ചത്. ആന്റണി ചാക്കോയുടെ പിൻഗാമി IAS ഉദ്യോഗസ്ഥനായ രാജമാണിക്യമായിരുന്നു. 1 കൊല്ലം മാത്രമാണ് അദ്ദേഹം ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. KSRTCയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ അദ്ദേഹത്തിനായി. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ ടെൻഡർ വിളിക്കാതെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാങ്ങാനും ഡിപ്പോകളിൽ ഹോർഡിംഗ്സുകൾ വയ്ക്കാനും കരാർ നിലവിലുള്ളയാൾക്ക് പുതുക്കി നൽകാനുമുള്ള തീരുമാനങ്ങളെ എതിർത്തതിന്റെയും സ്വകാര്യ ബസ് ഉടമകളുടെ സ്വാധീനത്തിന് വഴങ്ങാത്തതിന്റെയും പേരിലായിരുന്നു സ്ഥാനചലനമെന്നായിരുന്നു അന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. സീനിയർ IPS ഉദ്യോഗസ്ഥനും DGPയുമായ ഹേമചന്ദ്രനെയാണ് രാജമാണിക്യത്തിന് ശേഷം MD ആയി നിയമിച്ചത്. പക്ഷേ 6 മാസമേ അദ്ദേഹം തുടർന്നുള്ളൂ. പിന്നീട് അദ്ദേഹത്തെ ഫയർഫോഴ്സ് മേധാവിയായി നിയമിച്ചു. KSRTCക്ക് ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് 3200 കോടിയുടെ വായ്പ തരപ്പെടുത്താൻ പ്രയത്നിച്ചത് അദ്ദേഹമാണ്. ഡ്യൂട്ടി പരിഷ്കരണത്തിലൂടെ സർവീസുകൾ കാര്യക്ഷമമാക്കാനുള്ള നടപടികളും നടത്തി. തുടർന്ന് 2018 ഏപ്രിലാണ് തച്ചങ്കരി MD സ്ഥാനത്തെത്തുന്നത്. 9.5 മാസമാണ് അദ്ദേഹം ആ കസേരയിൽ ഇരുന്നത്. മാർക്കറ്റ് ഹെഡ്, കേരള ബുക്സ് ആൻഡ് പബ്ലിഷിംഗ് സൊസൈറ്റി, കൺസ്യൂമർ ഫെഡ് തുടങ്ങി നഷ്ടത്തിലായിരുന്ന സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കിയ പ്രവർത്തന മികവോടെയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. സ്ഥാപനത്തെ ലാഭത്തിലാക്കാൻ അദ്ദേഹം പല പരിഷ്കരണ നടപടികളും നടപ്പാക്കി. തച്ചങ്കരി കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും പദ്ധതികളുമാണ് സാമ്പത്തിക ബാധ്യതയിൽ മുങ്ങിക്കിടന്ന കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സഹായകമായതെന്നത് ചർച്ചാ വിഷയമാണ്. KSRTCക്ക് സ്വന്തം വരുമാനത്തിൽ നിന്നും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരത്തിലേക്ക് കോർപ്പറേഷനെ എത്തിക്കുന്നത് LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വരുമാന വർധനവിന് വേണ്ടി കൈക്കൊണ്ട നടപടികളാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ സർക്കാരിന്റെ ഇടപെടലുകളോ നടപടികളോ അല്ല പ്രധാനമായും ശബരിമല സീസണിൽ കിട്ടിയ അധിക വരുമാനവും കോർപ്പറേഷനുള്ളിൽ നടത്തിയ ചെലവ് ചുരുക്കലും മറ്റ് പരിഷ്കാരങ്ങളുമാണ് KSRTCയെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചതെന്നതാണ് മറുവാദം. ജോലി ചെയ്യാത്തവർക്ക് ശമ്പളമില്ല, ദീർഘാവധിയെടുത്ത മറ്റു ജോലികൾക്കും വിദേശത്തും മറ്റുമൊക്കെ പോയവരെ പിരിച്ചുവിടും, അപകടങ്ങൾ വർദ്ധിക്കുന്നത് തടയാൻ സിംഗിൾ ഡ്യൂട്ടി, ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ലൈസൻസ്, ഷെഡ്യൂളുകൾ കൃത്യമായി പാലിക്കുക, എല്ലാ റൂട്ടുകളിലും ബസ് ഓടുന്നത് നിർബന്ധമാക്കുക തുടങ്ങി തച്ചങ്കരിയുടെ ഇടപെടലുകൾ ഒരു പരിധിവരെ KSRTCക്ക് ഗുണം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് തച്ചങ്കരി മനഃപൂർവ്വം നിലപാടെടുത്തത് കൊണ്ടാണെന്നും കോടതിയെ വിവരങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചില്ലെന്നുമുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഒപ്പം ബസ്സുകൾ വാടകയ്ക്കെടുത്ത് ഓടിക്കുന്നത് KSRTCയെ ഭാവിയിൽ വൻ കടക്കണിയിൽ എത്തിക്കുമെന്നും സ്വന്തമായി വർക്ക്ഷോപ്പും ജീവനക്കാരുമുള്ള KSRTCയെ നോക്കുകുത്തിയാക്കി സ്വകാര്യ മേഖലയെ സഹായിക്കുകയാണ് തച്ചങ്കരി ചെയ്യുന്നതെന്നും ആരോപണമുയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.